ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ മെജസ്റ്റിയിലാണ്. ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നത്. ഇന്ന് രാവിലെ അവിടെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ് വേണം പരിപാടിക്ക് പോയി. ഞങ്ങൾക്ക് ടൈം ലേറ്റായി, 3:40 4 മണി ഇവിടെ നിന്ന് ഇറങ്ങാനാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് പരിപാടി ഡ്രസ്സൊക്കെ മാറ്റി സെറ്റ് ആവാണ്ട് ഞങ്ങൾ നാളെയാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോകുന്നത്. കുളിച്ച് വന്നിട്ടുള്ളൂ. അപ്പോൾ നാളെയാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നാളെ കാണാം. ഇനിയിപ്പോൾ ഞങ്ങളെന്താ പരിപാടിക്ക് പോകുന്നു. അവിടുത്തെ കുറച്ച് ഡാൻസ് കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി ഇങ്ങോട്ട് വരും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയതും വന്നതെന്നൊക്കെ നിങ്ങൾ പോയി കണ്ടിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് വൃത്തിയിടാം. അപ്പം ഞാൻ ഇപ്പോൾ വരുമ്പോഴത്തേക്കും ഞങ്ങളെ ഫുൾ ഗ്യാങ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഡ്രസ്സ് മാറ്റി സെറ്റായിട്ട് വരാം. ഒരു ഉച്ചയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. റെയിൽവേ സ്റ്റേഷനാണ് ഞാൻ കട്ട പോസ്റ്റ് ചെയ്യുന്നു. അവിടത്തേക്ക് ക്യൂ ഡിസ്കസ് ചെയ്യുന്നു. ഞാൻ ട്രെയിൻ വരാൻ വെയിറ്റ് ചെയ്തു. ട്രെയിൻ വന്ന പാടത്തിന് ഞങ്ങൾ നേരെ കയറി ഞങ്ങളെ മെയിൻ പരിപാടിയിൽ ലുഡോയിൽ കയറി. ലുഡോ കളിച്ച് പകുതിയാകുമ്പോഴത്തേക്ക് നമ്മൾ കണ്ണൂരെത്തി. ആ ലഗേജൊക്കെ ഇറക്കി നേരെ ഞങ്ങൾ ലഗേജ് കട വെച്ച് കൈയേക്കാൻ പോയി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഉച്ചയൊക്കെയായി. അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് പുതിച്ചോറിയുന്നു. അടിപൊളി പുതിച്ചോറ്, എല്ലാവരും പുതിച്ചോറിയുന്നു. വീഡിയോ ആണ് കാണുമ്പോഴത്തേക്ക് ചേച്ചിയുടെ എക്സ്പ്രഷനൊക്കെ മാറി. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴാണ് ചെന്നൈസ് പറഞ്ഞത്. ചെന്നൈസിൽ നിന്ന് മീനാണ് കൊണ്ടുവന്നത്. അപ്പം വിസ്മയിച്ച് പറഞ്ഞു വിസ്മയിച്ച് അച്ചാറുമാണ് കൊണ്ടുവന്നത്. അപ്പം ഞാൻ അച്ചാറൊക്കെ കഴിച്ച് മെല്ലെ കഥയൊക്കെ പറഞ്ഞ് മെല്ലെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഫോട്ടോസ് കൊടുത്ത് ഞങ്ങൾ നേരെ കോക്ടെയിൽ കുടിക്കാൻ പോയി. കണ്ണൂർ വന്നിട്ട് ഇങ്ങനെ കോക്ടെയിൽ കുടിക്കാതൊക്കെ അവിടെ ഞങ്ങൾ നേരെ കോക്ടെയിലും കുടിക്കാൻ പോയി. ഹലോ ഗൈസ്, ഞങ്ങൾ കോക്ടെയിൽ കുടിക്കാൻ പോവാണ് കണ്ണൂർ. ഞാൻ വന്ന് പറഞ്ഞില്ലല്ലോ പറയാത്തെ. പ്രത്യേക അങ്ങനെ നേരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനും പുറത്തിറങ്ങി കോക്ടെയിലും തന്നെ വന്നു. കുറേ പേർക്ക് കോക്ടെയിൽ ചോദിച്ചു. ഓരോ ആൾക്കാർ ഓരോ വാക്കുകൾ പറയുന്നത്. ചിലർ പറയുന്നത് നമ്മൾ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട്, അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അതിൻ്റെ അടുത്താണ്. ചിലർ പറയുന്നത് നമ്മൾ പോകുന്ന അടുത്താണ്, അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കോക്ടെയിൽ കിട്ടുന്നു. ഞങ്ങൾ അക്കോ പിക്കോ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരു വഴി കൂടെ പോയി. ഫുള്ള് കോമഡി. ഞങ്ങൾ സത്യം പറഞ്ഞാൽ എവിടെയാണ് വഴിയെന്ന് അറിയില്ല, എന്നാലും ഒരു ധൈര്യം വെച്ച് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവസാനം കോക്ടെയിൽ കണ്ടുപിടിച്ചു ഗായ്സ്. അത് കണ്ടപ്പോൾ എല്ലാവരും സന്തോഷം കണ്ടിരുന്നു. എല്ലാവരും ഒരു തെളിച്ചം വന്നു, കാരണം അങ്ങനെയോ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് 3 ഓർഡർ ചെയ്തു, കാരണം അത് ഇഷ്ടപ്പെട്ട ബാക്കി 3 കൂടി ഓർഡർ ചെയ്യാമല്ലോ വിചാരിച്ചിട്ട്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മളെ സാധനം കൈ കിട്ടി. കാണാൻ നല്ല ഭംഗിയായിരുന്നു, പക്ഷെ കുടിച്ച് നോക്കിയപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ പ്ലാൻ ഫ്ലോപ്പായി നടക്കുമ്പോഴാണ് ചേച്ചിമ്മ പറഞ്ഞത് സാവിന് ഒരു സ്ട്രോബെറി ജ്യൂസ് വാങ്ങുന്നത്. അപ്പോൾ സെല്ലിനേച്ചി കുടിച്ച ഈ കടയല്ല, വേറെ കട എന്നിട്ട് സെല്ലിനേച്ചി ഞങ്ങൾ ആ കടയിലേക്ക് കൊണ്ടുപോയി. ഇതാണ് ആ കട. അങ്ങനെ ഞങ്ങൾ ഒരു സ്ട്രോബെറി ജ്യൂസും കോക്ടെയിലും ഓർഡർ ചെയ്തിരുന്നു. അങ്ങനെ ഇവിടുത്തെ കോക്ടെയിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. നമ്മളെ ട്രെയിൻ ഉള്ളത് 3rd പ്ലാറ്റ്ഫോമിലാണ്. പക്ഷേ നമ്മുടെ ട്രെയിൻ വന്നത് കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് വന്നത് 1st പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ 3rd പ്ലാറ്റ്ഫോമിലേക്ക് ലഗേജ് എടുത്ത് ഞങ്ങളങ്ങനെ പോവുകയാണ്.
ഫൈനലി അങ്ങോട്ടേക്ക് മോട്ട് കണ്ടില്ല എന്താ വിസ്മയം. ഇവിടെ സൗന്ദര്യം കൂടുതലായിട്ട് കൊടുത്തൊരു വ്യക്തി റാണി ഏറ്റവും വലിയ സൗന്ദര്യ റാണി ഇത് അവിടെ ഇരുന്നിട്ട് പാൻറ് ഇട്ടു. അപ്പൊ ഞങ്ങള് അങ്ങോട്ട് എത്തി പോവാണ്. ബൈ ഗൈസ്. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വലിയ മണി അടിക്കില്ല. കണ്ടോ ഗൈസ്, നല്ല തിരക്ക്. അവൻ പറഞ്ഞിട്ട് എടുത്തതാ. ഹലോ ഗൈസ്, വീഡിയോ സാരി പറഞ്ഞിട്ട് എടുത്തതാ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പുറത്തിറങ്ങി ഒരു ഓട്ടോറിക്ഷയും വിളിച്ച് ഞങ്ങളെ റൂമിലേക്ക് പോവുകയാണ്. അവിടുന്ന് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് ഫസ്റ്റ് ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. നമ്മൾ നിൽക്കുന്ന സെക്കൻഡ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു കേരള ഫുഡുള്ള സ്ഥലത്താണ് ഞങ്ങൾ അവിടേക്കാണ് പോകുന്നത്. ഞാൻ ഓർഡർ ചെയ്തത് പൊറാട്ടയും കടലക്കറിയാണ്. ഇവരൊക്കെ ഓർഡർ ചെയ്തത് പൊറാട്ടയും മീൻകറിയാണ്. മീൻകറി എടുക്കാൻ കുറച്ച് ലേറ്റ് ആവുമെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളെ ഫുഡ് ഫസ്റ്റ് എത്തി. ഇവരത് കുറച്ച് ലേറ്റായിട്ട് വരുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കഴിക്കാമെന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരതും എത്തി. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ച പാടത്തേന് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ഷോപ്പിങ്ങിന് പോകാമെന്ന്. ചിക്പറ്റിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ റൂമിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ, ഒരു 8 മിനിറ്റേ ഉള്ളൂ നടക്കാനൊക്കെ ചിക്പറ്റിലേക്ക്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചിക്പറ്റ് പോയിട്ട് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നടന്നപ്പോഴാണ് നമ്മൾ ഈ കട കണ്ടത്. ഈ കടയിൽ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അടിപൊളി കളക്ഷൻസ് വെച്ചാൽ അടിപൊളി കുറേ ജ്വല്ലറീസ് ഉണ്ടായിരുന്നു. ഓരോൻ്റെ ഗോൾഡിൻ്റെ, സിൽവറിൻ്റെ, അങ്ങനെ ഇങ്ങനത്തെ മാലകളൊക്കെ ഉണ്ടായിരുന്നു. ഈ മാലകളൊക്കെ 150 രൂപയായിരുന്നു. കുറേ കളക്ഷൻസ് ഇതിൻ്റെ അപ്പുറവും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഈ കടയിൽ എല്ലാ സാധനവും അത്യാവശ്യം വില കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി. മേക്കപ്പ് ഐറ്റംസ് കുറച്ച് സാധനങ്ങൾ വാങ്ങി. ഇതൊക്കെ വാങ്ങി ഞങ്ങൾ. ഇവിടെയും കുറേയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതേതാ വഴി നല്ല, പക്ഷെ നല്ല സാധനങ്ങൾ. കടയിൽ കഴിഞ്ഞ് കുറേ ബാഗിൻ്റെ കടയിൽ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ വന്നിട്ട് പരിപാടിയിൽ ഒരു വൈബേ കിട്ടുന്നില്ല. ശരിക്കും നോക്ക്, നല്ല രസമല്ലേ പരിപാടിൻ്റെ വൈബല്ലാതെ. കുറേ നടന്ന് ഏകദേശം ഇവനെൻ്റെ ഒക്കെ തയ്യുന്നു ഗായ്സ്. ഇവിടെയൊക്കെ ഗായ്സ് കുറച്ച് ഇങ്ങനെ സ്ഥലത്തേക്ക് വന്നാൽ അധികം റേറ്റ് കുറവാണ്, പക്ഷെ ഒക്കെ ഉണ്ട്. പിന്നെ കുറേ ഇവിടെ ഈ ഭാഗത്തേക്കൊക്കെ ലെഹങ്ക ആ ടൈപ്പാണ് ഗായ്സ്. സാധനം വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. രസമുണ്ട്. ലാസ്റ്റ് ഞങ്ങൾ കുറേ കടയിൽ കയറി. എല്ലാ ഏകദേശം കടയിലും കയറി ഇറങ്ങി ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഡാൻസ് കളിക്കാനുള്ളത് കൊണ്ടാണ് വേഗം നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടി പോയേനെ. നമുക്ക് വഴി തെറ്റി. ഹോട്ടലിൻ്റെ പേരറിയില്ല, വഴി ഏതറിയില്ല, ഏത് സ്ഥലമാണ് പോലും അറിയില്ല. ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ജവഹർലാൽ നെഹ്റുവിൻ്റെ പാർക്കിൻ്റെ അടുത്താണ് ഏകദേശം പറയുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ഭാഗത്തേക്കാണ് ഏകദേശം പോകുന്നത്. സത്യം ഞങ്ങൾക്ക് അറിയില്ല എവിടെയൊക്കെ കിട്ടിയ സ്ഥലം എന്ന്. എവിടെയെങ്കിലുമൊക്കെ പോയേക്കും. ഓർക്ക് ആർക്കും അറിയില്ല വഴി. എവിടേക്കോ ഓരോരാൾക്കാർ ഓരോ വഴി പറയുന്നു, അവിടേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് സത്യമായിട്ട് വഴി അറിയില്ല. ഹോട്ടലിൻ്റെ പേരും ഓർമ്മയില്ല ഞങ്ങൾക്ക് ആർക്കും. എൻ്റെ UG വെച്ചിട്ട് അത് മാത്രം. അത് ഞങ്ങൾ പാസ്വേഡ് കൊടുക്കാണ്ട് ഇപ്പോൾ ഈ UG ഹോട്ടലിൻ്റെയാണെന്ന് പറയുന്നത് കേട്ട്. പക്ഷെ UG എന്ന് പറഞ്ഞാൽ കൂടെ കുറേ ഉണ്ട്. അപ്പോൾ നമുക്കറിയില്ല സത്യം പറഞ്ഞാൽ എവിടേക്കാന്ന്. അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഓരോരാൾക്കാരോട് വഴി ചോദിച്ച് അവസാനം ഈ പള്ളി കണ്ടുപിടിച്ചു. അവിടെ നിന്നും ഞങ്ങൾ എങ്ങോട്ടൊക്കെയോ പോയി അവസാനം ഞങ്ങളെ റൂമിലെത്തി.
റൂമിലെത്തിയപ്പോഴാണ് എല്ലാവർക്കും നല്ല ക്ഷീണമായിരുന്നു. കുറേ നടന്നിരുന്നു, കുറേ പർച്ചേസും ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു വെച്ചാൽ ഭയങ്കര ക്ഷീണമായിരുന്നു. ഇനി ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. അവിടെ വാങ്ങിയത് എന്താ പറയുക, ഞങ്ങൾ ശരിക്കും 250 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇതിൻ്റെ പ്രൈസ് 3 ഷോപ്പിൽ കയറി ചോദിച്ചപ്പോഴും 250 തന്നെയാണ് ഡിസ്കൗണ്ടും ചെയ്തിട്ടുണ്ടാവാറ്. സത്യം എന്നിട്ട് സാധനം ആയതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ ഫിറ്റ്മീൻ്റെ 100 രൂപ ഏകദേശം അവിടെ 100 രൂപ തോന്നുന്നു. പക്ഷെ ഞാൻ വാങ്ങിയ 100 രൂപയ്ക്കല്ലേ. നല്ല ബ്രഷ് അടിപൊളി, നല്ല ബ്രഷ്, സാധനം നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല വാങ്ങിച്ചിട്ടുണ്ട്. ഐബ്രോ ഇത് കണ്ണെഴുതുന്ന ഈ ഷീറ്റ് മാസ്ക് കാണിച്ചു. ഞങ്ങൾക്ക് നമ്മളെ നാട്ടിലൊക്കെ ഇതിന് 75 ആണ്, ഇവിടെ 50 റുപ്പീസിനെ കിട്ടി. 50 എല്ലാത്തിനും 50. ഞങ്ങൾ കുറേ വാങ്ങിട്ടോ, ഒരൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ഗ്ലാം 21 ഹൈലൈറ്റർ. ഇത് 180 അല്ലേ? 200 പറഞ്ഞു, 220 ഇപ്പോൾ പറഞ്ഞു. 200 ഇപ്പോൾ വന്നു ചെയ്തിട്ട് 180 വരെ ആക്കി. ബാർഗിൻ ചെയ്ത് നല്ല വില കുറവല്ലേ ഞങ്ങൾക്ക്. ഈ കിട്ടത് ഇത് നല്ല കിട്ടുക കേട്ടോ, കിട്ടിയത് ഇത് നല്ല കിട്ടും. നല്ല തേച്ചെടുക്കും, നല്ല എടുക്കും. പരിപാടിക്ക് പക്ഷെ ഇത് നല്ല കിട്ടല കിട്ടിയായിരുന്നു 150 രൂപയ്ക്ക്. പിന്നെ ഇതും ഹൈലൈറ്റർ. ഇത് 250 ആണ് അയാൾ പറഞ്ഞത്. അങ്ങനെ ഞാൻ ബാർഗെയിൻ ചെയ്ത് അത് 150ക്ക് വാങ്ങിച്ചു. 100 രൂപ അയാൾ കുറച്ച് കിട്ടും. പക്ഷെ ഇത് നല്ല കിട്ടല കേട്ടോ. 200 ഉണ്ടാവും എന്തായാലും. നമ്മൾ സുന്ദർമഹൽ പോലെ അല്ലേ? നല്ല 50ക്ക് നല്ല സാധനം. ഇത് ബ്ലഷ് ആയിട്ട് ഇടാം, കോപ്പർ ആയിട്ടും എല്ലാം കോപ്പർ ഐഷാഡോ ആയിട്ടും യൂസ് ചെയ്യാം. മൾട്ടി യൂസാ. പിന്നെ ഇതും അതേപോലെ. ഇത് 200 ആണ്, അതിൽ 250 അല്ലേ പറഞ്ഞേ? 250 ആണ് പറഞ്ഞത്. അത് കുറേ കുറച്ചില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം 200-ന് തന്നു. ഞാൻ 150ക്ക് തരുമെന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചോദിച്ചു. പക്ഷേ ഞങ്ങൾ അതിന് സമ്മതിച്ചില്ല. അവസാനം ഞങ്ങൾ 200-ന് മുറിച്ചു. ഇത് രണ്ടും ഉണ്ട്, കോമ്പാക്റ്റ് ഉണ്ട്, പിന്നെ ലൂസ് പൗഡറും ഉണ്ട്. ഇതും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് 200 ലാഭമായി. രണ്ടും കോമ്പാക്റ്റും ഇല്ല. പുറത്ത് വേണ്ട നോക്കണം. ബാക്കി നിൽക്കൂടെ അത്രയും ഒക്കെ കൂടി ഒരു 650 ആയിക്കണേ. ഒക്കെ കൂടി ഇത് 150, ഇത് 200, അപ്പോൾ 350. പിന്നെ ഇത് 150, പിന്നെ ഇതിൻ്റെ 50, പിന്നെ ഇത് 100, പിന്നെ ഇത് 150. അപ്പോൾ ഇത് 100. നമ്മളിതാ അത് ഷിമ്മറിങ് ആട്ടോ. നല്ല പൗഡർ ഇല്ലേ? നല്ല പൗഡറേ. ഈ വീടിനെക്കാട് നല്ല ഗ്ലൈസിങ് ഉണ്ട്. ഇപ്പോൾ ഡെയിലി യൂസ് ക്വാണ്ടിറ്റി ഇല്ല, പക്ഷേ ഇതുകൂടി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ക്വാളിറ്റി അടിപൊളി. ഞാൻ അതിട്ടിട്ട് ഇതിട്ടാണ് ഡാൻസിൻ്റെ യൂസ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കറക്റ്റ് ഷെയ്ഡാണ്. ഡാൻസിന് പിന്നെ ഇത്ര വേണം, ഡാൻസ് മേക്കപ്പിന് പിന്നെ ഇത്ര വേണ്ടത് ഉണ്ട് കേട്ടോ സാധനം. കുറച്ചൊക്കെ പിടിച്ചിട്ടുള്ളൂ, കുറച്ച്. പിന്നെ ഫൗണ്ടേഷൻ അടിപൊളിയാണ് കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല റേറ്റ് ഉണ്ട്, പേഴ്സണൽ ഫൗണ്ടേഷൻ. നല്ല ഫൗണ്ടേഷൻ, നല്ല കയ്യിൽ നല്ല രസമുണ്ടായിരുന്നു കണ്ടിട്ട്. അപ്പം അത്രയേ ഉള്ളൂ ഞങ്ങൾ വാങ്ങി. ഇനി ഇവരൊക്കെ വാങ്ങിക്കണം, അതൊക്കെ പിന്നെ കാണിച്ചു. എല്ലാവരും
അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഓർഡർ ചെയ്തത് പൊറാട്ടയും ഷവായാണ്. മീൽസ് ഓർഡർ ചെയ്തില്ല, അതിന് പകരം പൊറാട്ടയും ഷവായും ഓർഡർ ചെയ്ത്. അപ്പൊ ഗൈസ് ഞങ്ങൾ പോവാ. പോവാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ക്യാബും ബുക്ക് ചെയ്ത് ഞങ്ങൾ പരിപാടി സ്ഥലത്തേക്ക് എത്തി. ഇതാണ് ഞങ്ങൾ വന്ന സ്ഥലം. അയ്യോ ഹാപ്പി ആയോ? വാവ്. വർക്കൊന്നും കഴിഞ്ഞില്ല, ഏകദേശം വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചാൽ, കാരണം വർക്കൊന്നും കണ്ടിട്ട് രസം ഉണ്ടാവില്ലല്ലോ. ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണ്. നല്ല സ്പേസ് ഉണ്ട്. അതെ, സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ ഞങ്ങളിനി മേക്കപ്പ് ചെയ്ത് ചിലപ്പോൾ കളിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടാവും, അറിയില്ല. ചെറുതായിട്ടൊക്കെ എടുക്കാൻ പറ്റും, അറിയില്ല. പിന്നെ മേക്കപ്പ് ചെയ്ത് വലിയ പരിപാടി കഴിഞ്ഞ് കാണാം. എങ്ങനെയാണ് ഓരോന്നും ചെയ്യാറ്? സോറി അമ്മ കണ്ടില്ല. സോറി എങ്ങോട്ടാണ്? കണ്ടക്കണ സമയത്ത് 6 കൊത്ത് കുത്തി. അങ്ങനെ ഞങ്ങൾ ഡാൻസ് കളിച്ച റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങളെ റൂമിലേക്ക് പോവാണ്. നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ ക്യാബ് പോയിക്കൊണ്ടിരിക്കണോ നമ്മൾ ഈ വ്യൂ കണ്ടത് നല്ല ഭംഗിയുണ്ടായിരുന്നു. നൈറ്റ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഗായ്സ്, ഡേ 3 ഫുഡ് പൊറാട്ടയും കബാബുമായിരുന്നു. അമ്മ ചോറുമാണ് വാങ്ങിയത്. നമ്മൾ പുറത്ത് പോകാൻ പോവാണ്. ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. രാവിലെ പോകണമെന്ന് പറഞ്ഞതാണ്. എണീച്ച് വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഒരുമിച്ച് കഴിച്ചു. ഞാൻ രാവിലെ എല്ലാവരും വിളിച്ചിട്ട് ചോദിച്ചു, എല്ലാവരും എക്സ്പ്ലോർ ചെയ്യല്ലോ ബാംഗ്ലൂർ, എല്ലാവരും കിടന്നു ഉറങ്ങാണ്. ക്ഷീണം കഴിച്ചു, രാവിലെ ക്ഷീണം. എനിക്ക് പവിളിക്കാം. അങ്ങനെ ഞങ്ങൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെത്തി. ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് കയറിയ കട. ഇവിടെയാണെങ്കിൽ എല്ലാ കമ്മലിനും 30 രൂപ. അടിപൊളി കമ്മലുമായിരുന്നു. 200 സംതിങ്. ഇതൊക്കെ 200. നല്ല വളകളുണ്ട്. ഞങ്ങളൊക്കെ ഉള്ളോട്ട് കയറിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഉള്ളോട്ട് കയറി വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരുപാട് കടകളെന്ന് വെച്ചാൽ ഒരുപാട് കടകളുണ്ടായിരുന്നു. ഞങ്ങൾ ഏത് കടയിൽ നിന്ന് സാധനങ്ങളും വാങ്ങിച്ചു നിന്നത്. കാരണം വെച്ചാൽ ഒരുപാട് കടയുണ്ടായിരുന്നു, ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഫുൾ ഡ്രസ്സ്, ചെരുപ്പ്, അങ്ങനെ വേറെ വേറെ ഉണ്ടായിരുന്നു. ഒരുപാട് തെണ്ടി ഒരു KFCയോ സംതിങ് ലൈക്ക് ചിക്കൻ്റെ ഫാസ്റ്റ് ഫുഡിൻ്റെ അവിടെ എത്തി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അല്ല, ഫാസ്റ്റ് ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ.
കിട്ടി. അത് കിട്ടിയില്ല. ഇതിന്റെ ഒന്നും കൂടി, ഇത് ഒരാൾക്ക് 2. ഓക്കെ കഴിച്ചിട്ട് കാണാം. ശരി. ബർഗർ കഴിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ വയറ് ഫുള്ളായി. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വീണ്ടും ഇറങ്ങിയപ്പോഴാണ് സ്റ്റുഡിയോ കണ്ടത്. സ്റ്റുഡിയോയിലാണെങ്കിൽ അത്യാവശ്യം നല്ല കളക്ഷൻസും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെച്ച് ഇവിടെ തന്നെ കയറാമെന്ന്. പർച്ചേസൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ ഈ വ്യൂ കാണുന്നത്. അടിപൊളി വ്യൂ. വിദേശങ്ങളൊക്കെ ഉള്ള പോലെ നല്ല നൈറ്റ്, അടിപൊളി. എനിക്ക് മോർണിംഗിനെക്കാട്ട് ഇഷ്ടമായത് നൈറ്റാണ് ഈ ബാംഗ്ലൂരിൽ. പർച്ചേസൊക്കെ കഴിഞ്ഞ് അയ്യോ സൂപ്പർ ടയേർഡ്. അയ്യോ സത്യം. അയ്യോ ഞാൻ കമ്പളാണ് അത് നമ്മൾ ലുഡോ കളിക്കാൻ തയ്യാറെടുപ്പില്ല. എവിടെ ചെന്നാലും അവസാനം ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയിട്ട് ഞാൻ ലുഡോ എങ്ങനെയോ ആണ് ഇവിടെ എത്തിയത്. ഒന്നും പറയണ്ട, ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ചേച്ചവരോടാ ഡ്രൈവർ. അതിനിടയിൽ ഡ്രൈവർ എന്തൊക്കെയോ പറയുന്നത് ഞാൻ ചേച്ചിമാര് ഇവിടെ ഉത്സവമാണ്. സാവിന്റെ ചോദിക്കേണ്ടത് നിങ്ങളെ മോനാണോ? അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങൾ കേരളത്തിൽ കൊണ്ടതാണ്, അല്ല ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തു. 10 രൂപയ്ക്ക് വാങ്ങിയതാണ്. 10 രൂപയ്ക്ക് ഞങ്ങളോട് ചേച്ചമ്മ കോവല് ഓപ്പോസിറ്റ് ചേച്ചിയുടെ ഒരു കുട്ടിയുണ്ട്. ആ വന്നിട്ട് കിടക്കുന്നതിന്റെ ലൈറ്റ് പോയി. എന്താ പറയാ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ടീം B2 വക ഹാപ്പി ഓണം. കണ്ണൂരെത്തി. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. നേരെ കണ്ണൂർ നേരെ കയറുന്നു, വീട്ടിലേക്ക് പോകുന്നു. പിന്നെ ഓണത്തിൻ്റെ ഏകദേശം. അപ്പോൾ ഹാപ്പി ഓണം ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ പിന്നെ ഇനി ബാംഗ്ലൂരൊക്കെ അടിച്ചു പൊളിച്ച് ഇനിയിപ്പോൾ വേറെ വ്ളോഗ് ഇനി അങ്ങോട്ടായിട്ട് എടുക്കണ്ടല്ലോ വെച്ചാൽ
കാരണം നമ്മളവിടുത്തൊന്നും വേറെ പണിയൊന്നും ഇല്ല, ഞങ്ങൾ അടിച്ചു പൊളിച്ച് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ ഭയങ്കര റഷ്യെന്ന് വെച്ചാൽ ഭയങ്കര റഷ്യെന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചോദിച്ചു നോക്കാം അങ്ങനെ ഉണ്ട് റിവ്യൂ. എനിക്കിഷ്ടമായി, ഭയങ്കര ഇഷ്ടമായ വ്ളോഗ്. പക്ഷെ നമ്മൾ അവസാനത്തെ നേരം പോയി കുറേ സാധനങ്ങൾ എടുത്തത്. അതുവരെ നമ്മൾ കുറേ കറങ്ങി വെറുതെ നടക്കുന്നു. ആണെങ്കിൽ എവിടെയോ ആയിരുന്നു, എവിടെയോ ആയിരുന്നു സ്ഥലവും. ഇവിടേക്ക് മീൻസ് എങ്ങനെ വെച്ചാൽ എവിടേക്ക് നമുക്ക് പോകുന്നത് നമുക്ക് തന്നെ അറിയില്ല. കുറേ സ്ഥലങ്ങളുണ്ട്, എന്തൊക്കെയോ നടന്ന് വയ്യാതായി. അപ്പോൾ ഞാൻ ഓരോരുത്തർ ചോദിച്ചാൽ അങ്ങനെ അതെ ഫോട്ടോ പറഞ്ഞോ. അപ്പോൾ എങ്ങനെയുണ്ട് ബാംഗ്ലൂർ? കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് അടിപൊളി. നമ്മൾ SM സ്ട്രീറ്റിൻ്റെ ഒരു 3 ഇരട്ടി ഉണ്ടാവും. അത്ര ഷോപ്പ് നടന്ന് അവസാനം എങ്ങനെയോ വന്ന് ഇറങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. അതാണ് ഞങ്ങള്. അതെ, ഞങ്ങൾ പെൺകുട്ടികൾ ഒറ്റയ്ക്ക് പോയി 2 ദിവസം ബാംഗ്ലൂർ പ്രോഗ്രാം ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് അടിപൊളിയാക്കി പർച്ചേസ് ചെയ്ത്. വേറൊരു കാര്യം, ഇത് 100 രൂപേൻ്റെ ടോപ്പ്. ഞാൻ 2 എണ്ണം വാങ്ങി, സ്നേഹ 3 എണ്ണം വാങ്ങി. വീട്ടിലേക്ക് പോവാണ്. ഇനി വീട്ടിൽ 5 ഡാൻസ് കളിച്ചു, വെറും 5 ഡാൻസ്. അധ്വാനമൊന്നുമില്ലായിരുന്നു. 5 വരെയും നടന്നിട്ടേ ക്ഷീണമുള്ളൂ. അതെ, കളിച്ച് ക്ഷീണമില്ല. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് നടന്ന ക്ഷീണമാണുള്ളത്. പിന്നെ ഇനിയിപ്പോൾ വീട്ടിൽ പോകണം. നിങ്ങൾക്കൊക്കെ എന്താ പരിപാടി? വീട്ടിൽ പോയിട്ട് സദ്യ കഴിക്കാൻ. പുറത്ത് പോകാനൊന്നുമില്ല. ഞങ്ങൾ പോയി സദ്യ കഴിച്ച് ഒരു സിനിമയ്ക്കൊക്കെ പോകണമെന്നൊക്കെ ഉണ്ട്, ബീച്ചിലൊക്കെ പോകണമെന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ B2ൻ്റെ വക ഹാപ്പി ഓണം. അപ്പോൾ ബൈ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ എവിടെയുള്ളത്? ബാംഗ്ലൂരാണ്.